പെണ്ണ് കാണാൻ പോകുന്നത് എല്ലാരും പ്ലാൻ ചെയ്തിട്ടാ. ഇതെന്തോ ബ്രോക്കറിനെ പോലെ ഷോക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പെണ്ണ് കാണല് ഞാൻ ആദ്യമായിട്ടാ. ഇപ്പൊ ഇവൻ കൊടുത്ത ഷോക്കിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ലേ, ഇതും അതുപോലെ തന്നെയാ. അല്ല എടുത്തേ, ലവ് അറ്റ് ഫസ്റ്റ് ഫോട്ടോ അതാ പിടിച്ചേക്കാൻ പറ്റാൻ. ഈ നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ ഇവിടെ. ഈ പരിപാടി കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോവാം. ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡുണ്ടല്ലോ. എന്റെ അനിയൻ പറയുന്ന കേട്ട നാക്കിന്ന് വെള്ളം വരും. ആയിക്കോട്ടെ, അടിച്ചു പൊളിച്ചേക്കാം. അയ്യോ, ആറ് വീണിട്ട് സന്തോഷമില്ലാതായി പോയല്ലോ ശാസ്ത്രികളെ. എന്താ ചെയ്യുന്ന? ഇയാളെന്തിനാ ഇവിടെ വന്ന്? നീ കളിക്ക്. എന്നാ പറ്റി മൂർത്തി? ഒരു നിമിഷം ശാസ്ത്രികളെ. സാറേ സാറേ നമസ്കാരം. സാറേ നമസ്കാരോ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് രാജശേഖർ. ഞാൻ രാജ്കുമാർ. ഒരു അർജന്റ് കാര്യം സംസാരിക്കണമായിരുന്നു. അകത്തോട്ട് വാ. അതായത് മോളെ, എന്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ എന്റെ കോണ്ടാക്ട്സിലുള്ള ആർക്കൊക്കെയോ പോയി. ആരുടെ ഫോട്ടോ ആർക്കൊക്കെ അയക്കേണ്ടത്, എന്തിനാ അയക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കാറില്ലേ? അല്ല, അത് ദേവി ഇത് മോളെ ഇവിടെ വെച്ചൊന്നും ചോദിക്കല്ലേ. ഞാൻ വൈകുന്നേരം വിളിക്കാം കേട്ടോ. ആദ്യം ഇതെന്താണെന്ന് നോക്കട്ടെ. ഫോണിൽ കൂടി പറയണോ അതോ നേരിട്ട് കൈകാര്യം ചെയ്യണോന്ന് ഞാൻ പറയാം. അയ്യോ മോളെ, ഞാൻ വൈകിട്ട് വിളിക്കാം. അയ്യോ, സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ പഴയ സ്കൂളാണ് ഓർമ്മ വരുന്നത്. ലൈബ്രറി എങ്ങനെയാ, നല്ല സൈലന്റ് ആയിരിക്കും. ഞങ്ങളെല്ലാവരും ആരൊച്ച വച്ചാലാ കൂടുതൽ ശബ്ദം വരുന്നതെന്ന് ഓർത്ത് കളിക്കുമായിരുന്നു. നോസ്റ്റാൾജിയ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഈ ചായ ഏത് ബ്രാൻഡാ? 3 Roses. ഗുഡ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? അല്ല, ഈ 3 Roses ഇപ്പൊ എത്ര ചെറുപ്പക്കാർ കുടിച്ചു കാണും? ഐ മീൻ, എത്ര പേര് പെണ്ണ് കാണാൻ വന്നർത്ഥം? ആദ്യമായിട്ടാ. കുറച്ചുനാളായിട്ട് അച്ഛൻ എനിക്ക് ആലോചന തുടങ്ങിയത്. കൊണ്ടുവന്ന ആലോചന ഒന്നും എനിക്കിഷ്ടായില്ല. അതെന്താണെന്ന് അറിയാൻ പറ്റുമോ? ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. എല്ലാവർക്കും സ്ത്രീധനം വേണോന്ന്, എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങാം, അതല്ലാതെ എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് വീട്ടിലോട്ട് ആരും വരാതെ വാട്സപ്പ് ചാറ്റ് കൊണ്ടങ്ങ് നിന്നുപോയി. വെറും വൃത്തിയിട്ടോമാരാ. കൂടുതൽ സ്ത്രീധനം മോഹിച്ചിട്ട് നല്ലൊരു ചായ അവര് മിസ് ചെയ്തു. ഞാൻ തന്നെ സംസാരിക്കുന്നുണ്ട്, ഇയാൾ ബോറടിക്കുന്നുണ്ടല്ലേ? ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കാൻ പോവാം. ചില സമയങ്ങളിൽ റോങ് ഡയറക്ഷൻ പോലും നമ്മളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ സംഭവിച്ചു അതൊക്കെ തന്നെയാണ്. ഒരു വലിയ പണക്കാരൻ, ഹൈദരാബാദിലെ ഡോക്ടറാണ്, അവൻ ഇവിടെ വന്ന് കല്യാണം കഴിക്കുമെന്ന്. ഇതൊക്കെ സത്യമാണോ കള്ളമാണെന്ന് ഇയാൾ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇയാളോടൊരു കാര്യം ഞാൻ പറയട്ടെ? ഐ മീൻ, പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. ഐ ഗോട്ട് യുവർ ഫോട്ടോസ് ജസ്റ്റ് 2 days ബാക്ക്. ആ ഫോട്ടോ കണ്ടതും ഞാൻ അവിടുന്ന് ഉടനെ ഇവിടേക്ക് പോരുകയായിരുന്നു. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഗോഡ്, ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. 2 ദിവസം കൊണ്ട് എന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? നല്ലൊരു ചോദ്യമാണ്. ഫേസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി താൻ ആരാണെന്ന്. എന്റെ കണക്കുകൂട്ടലുകൾ ഇതുവരെ തെറ്റിയിട്ടില്ല മഹതി മാഡം. ഒരുപക്ഷെ ഇത് റോങ് ആയെങ്കിൽ സൈലന്റ് ആയിട്ട് വന്നിട്ട് സൈലന്റ് ആയിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു. ബട്ട് ഐ ആം നോട്ട് റോങ്. എനിക്ക് എന്ത് പറയണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും സാരമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. എന്താ അന്വേഷിക്കുന്നേ? അല്ല, ഇവിടെ പൂ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാ. അത് വേപ്പിന്റെ പൂവാ. അതെ അതെ അതെ. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയിരിക്കും. നോൺ വെജ് കൂടെ പുറത്തുനിന്നേ കഴിക്കുള്ളൂ. നമ്മൾ 2 പേരും പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ മാക്സിമം പാലക് പനീർ. ഇനി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും പ്രോട്ടീൻ ഷേക്ക് മാത്രം. സത്യമായിട്ടും ഒരു മുട്ട പോലും കഴിക്കില്ല. 1 സെക്കൻഡ്. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ അറേഞ്ച്ഡ് മാരേജ് ആണിത്. ഇതൊന്നല്ല, 2 അല്ല, 3 roses for the most beautiful lady.
എന്റെ അമ്മേ. ആ, എന്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വേസ്റ്റ് ആയില്ല.